ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇപ്പോൾ കുറേയായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ ഓരോ തിരക്കുകളിലും ഒക്കെ പെട്ടിട്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായിരുന്നാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായിരുന്നാലും ഇതേപോലെ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി എന്തായിരുന്നാലും നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് പോകാമെന്ന് ഇന്ന് വിചാരിച്ചു. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് സാമ്പാർ. നമ്മൾ മലയാളീസ് പലഹാരത്തിൻ്റെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും എല്ലാം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കറിയല്ലേ സാമ്പാർ. അപ്പോൾ അതെങ്ങനെ ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. വറുത്തരച്ച സാമ്പാറാണ്. ഈസിയാണോ ചോദിച്ചാൽ എനിക്ക് ഈസിയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഈസിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എങ്ങനെയും ഞാൻ സിമ്പിളായിട്ട് ഞാൻ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. ഓക്കെ, തന്നെ ഞാനിത് ഇവിടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡിന് പരിപ്പ് ഇങ്ങനെ സാമ്പാറിൽ പൊന്തിക്കിടക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത് ഞാൻ പരിപ്പ് ഇത് ഞാൻ ചെയ്യാന്നുള്ള ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുക്കറിൽ ഞാൻ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇട്ടിട്ടുള്ള തക്കാളി, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു മുരിങ്ങക്കായ, ഒരു ചെറിയ ക്യാരറ്റാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇത് കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത്. എന്തായിരുന്നാലും ഇത് പാകാവില്ല. നമ്മൾ അവസാനം ബാക്കിയുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഇതിൽ ഇത്രയും കഷ്ടത്തിന് 1 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി ഇത് നമുക്ക് 2 വിസിൽ ഒഴിച്ച് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതായത് നിന്നിട്ട് ഞാൻ പിഴിഞ്ഞൊഴിക്കുകയാണ് അതിൽ. ഓക്കെ, എന്നിട്ട് നല്ലോണം പുളി വെക്കാൻ വേണ്ടി നല്ല പുളിയൊക്കെ വെച്ചതിന് ശേഷം എന്നിട്ടാണ് നമ്മൾ നാളികേരം അരച്ചു വയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും പാകത്തിന് ഞാൻ 2 വട്ടേ പുളി പിഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, തക്കാളി ഇട്ടതുകൊണ്ട് നമുക്ക് അധികം പുളിയുടെ ആവശ്യമില്ല. അപ്പോൾ ആകെ ഞാൻ 2 തവണ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പുളി അധികം ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ പുളി 2-ലധികം ടൈമും കൂടി നമുക്ക് പിഴിഞ്ഞ് വയ്ക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ തക്കാളി കൂടുതലിടാവുന്നതാണ്. ഇവിടെ ഞങ്ങൾ അധികം പുളി ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഞാൻ 2 തവണ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരുന്നാലും നമുക്കിനി തിളച്ചൊന്ന് വറ്റട്ടെ. വറ്റുന്ന മുമ്പ് നമുക്ക് എങ്ങനെ നാളികേരം വറുക്കണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ നാളികേരം വറുക്കുക എന്ന് നോക്കാം. ഞാൻ ആവശ്യത്തിന് ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെയൊക്കെ കുറച്ച് വില കൂടുതലാണ് വെളിച്ചെണ്ണയ്ക്കൊക്കെ. ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഞാനിതാ യൂസ് ചെയ്യും. നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്ന അറിയാലോ. ഓക്കെ, അപ്പോൾ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ഉലുവ ഇടുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ എപ്പോഴും വറുക്കുമ്പോൾ 2 മണി കരിവേപ്പില ഇടാറുണ്ട്. ഓക്കെ, കാരണം നമുക്കൊന്നും കൂടി അരപ്പിന് ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നല്ലോണം ഞാനിത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ചൂടായാൽ മാത്രം മതി. ഞാൻ വല്ലാണ്ട് ഇതാക്കാറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കാറേ ഉള്ളൂ. ഓക്കെ, അതായത് ഇപ്പം ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇതൊരു 3/4 മുറിയോളം നാളികേരം എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടാണ് ഇതാക്കിയിട്ടുള്ളത്. ഓക്കെ, കാരണം ഞാൻ അധികം നാളികേരം യൂസ് ചെയ്യാറില്ല. നമുക്ക് സാമ്പാറിൽ എപ്പോഴും അധികം അരപ്പ് നിൽക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അമ്മയൊക്കെ പറയാറ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒരു 3/4 ഇതോളം മുറി നാളികേരം എടുത്തിട്ട് ഇനി അത് നന്നായിട്ട് വറുക്കുക. ഓക്കെ, നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നവരെ. കാരണം നാളികേരം നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്കൊരു മുരുമുരുന്ന് തന്നെ ഉണ്ടാവും. ഓക്കെ, ആ ഒരു പാകം വരെ വറുത്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അതിന് വറുത്തെടുക്കാം പാകാവുന്നവരെ. ഇപ്പം നമുക്ക് നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇനി പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. കാരണം നമുക്ക് ഗ്യാസിൻ്റെ ചൂടിൽ തന്നെ അധികം ആയിക്കഴിഞ്ഞാൽ നമുക്കത് അതായത് പൊടികൾ കരിയാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു ടീസ്പൂണിൽ, ചെറിയ ടീസ്പൂണിൽ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട്, അതായത് തീൻ്റെ ഇതിൽ തന്നെ ഓണാക്കിയാൽ നമുക്ക് ആ ഒരു കരിഞ്ഞ സ്മെല്ലുണ്ടാവും. അത് സാമ്പാറിലേക്ക് നമുക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഓഫാക്കിയിട്ട് ആ പാത്രത്തിൻ്റെ ചൂടോടുകൂടി നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, 1 ടീസ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ചെറിയ ടീസ്പൂണാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
അപ്പം ഇതെന്തായിരുന്നാലും ഇനി ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെങ്ങനെ ഇപ്പം ഇത് നല്ലോണം വറുത്തിട്ടുണ്ട്. സോറി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ ഈ പരിപ്പ് ഞാൻ മാറ്റി വെച്ചതുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഈ പരിപ്പ് ഞാൻ ഈ നാളികേരം അരയ്ക്കുന്നതോട് കൂടെ തന്നെ ഈ പരിപ്പും കൂട്ടി അരയ്ക്കും. അപ്പം നമുക്ക് അതിൻ്റെ ആ ഫ്ലേവർ ഉണ്ടാവുകയും ചെയ്യും, പക്ഷെ ഇടയിൽ കിട്ടൂല. അതങ്ങനെ ചെയ്താൽ നല്ല ഒരു കൊഴുപ്പും ഉണ്ടാവും കേട്ടോ. സാമ്പാറിന് ഒരു പ്രത്യേക കൊഴുപ്പുണ്ടാവും. ഇനി നന്നായിട്ട് ചൂടാറട്ടെ. ഇനി നമുക്ക് ഇത് അരയ്ക്കാം. ഇതാ നമ്മൾ പുളി നമുക്ക് വറ്റുമ്പോഴേക്കും ഇതാ നമ്മുടെ അരപ്പ് റെഡി. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും ഇനി നമുക്ക് പുളി വറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, പാകത്തിന് വെള്ളം ഒഴിച്ച് കാരണം ഇന്നലെ സാമ്പാർ ഉണ്ടാക്കാൻ കാര്യമൊന്നുമില്ല. നാളെ ഇഡ്ഡലിയാണ്. നാളെ ഓഫീസിൽ പോകുമ്പോൾ എളുപ്പത്തിന് ഇന്ന് തന്നെ ഉണ്ടാക്കി വെച്ച പണി കഴിഞ്ഞു. പാകത്തിന് ഞാൻ ഈസ്റ്ററിൻ്റെ സാമ്പാർ പൊടിയാണ് ചേർക്കണേ. ഓക്കെ, എനിക്ക് ഈസ്റ്ററിൻ്റെ കുറച്ച് ഇഷ്ടമാണ്. കാരണം ഈസ്റ്ററിൻ്റെ ഒരു പ്രത്യേക മണമല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് സാമ്പാർ പൊടി എപ്പോഴും അധികം ചേർക്കാറുണ്ട്. എനിക്ക് സാമ്പാർ പൊടിയുടെ മണവും ആ ഒരു സ്മെല്ലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി പാകത്തിന് ചെറുതായിട്ട് കായം കുറച്ചേ ചേർക്കാറുള്ളൂ. ഓക്കെ, ഒരു 1/4 ടീസ്പൂൺ അങ്ങനെയൊക്കെ. ഇത് നമുക്ക് നല്ലോണം ഇത് ഇളക്കി കൊടുക്കാം. ഓക്കെ, നേരത്തെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു കഷ്ണത്തിന് വേവിക്കുമ്പോൾ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇത് എന്തായിരുന്നാലും ഉപ്പ് പാകമായിരിക്കില്ല. അപ്പം എന്തായിരുന്നാലും ഇനി നമുക്ക് കുറച്ചും കൂടി ഉപ്പിടാമല്ലോ. ഓക്കെ, ഞാനിതാ നേരത്തെ ഇതിൽ 1 ടീസ്പൂൺ നിറയിട്ടായിരുന്നു. ഇപ്പം ഇതിലൊരു 3/4 ടീസ്പൂണോളം ഞാൻ ഇടുന്നത്. ഓക്കെ, പിന്നെ എന്തായിരുന്നാലും നമുക്ക് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചിട്ട് ബാക്കിയുള്ള നമുക്ക് കടുക് വറുത്തിട്ടുള്ള കടുക് താളിച്ച് വയ്ക്കാം. ഓക്കെ, ഇതാ നമ്മുടെ സാമ്പാർ നല്ലോണം തിളച്ചു കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇത് ഓഫാക്കുക. ഓക്കെ, അപ്പോൾ എന്നെക്കാട്ടിലും ജീവനില്ലാത്ത 2 കൊത്തമല്ലിയുടെ ഇലയുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് വാടിപ്പോയതാണ്. അപ്പോൾ ഞാനിത് നല്ലോണം കട്ട് ചെയ്തിടുന്നുണ്ട്. ഓക്കെ, കൊത്തമല്ലിയുടെ വളം സാമ്പാറിന് നല്ലതല്ലേ, നല്ല ആ മണവും ടേസ്റ്റും ഒക്കെ എടുത്ത് നിൽക്കത്തില്ലേ, അതുകൊണ്ട് 2 കൊത്തമല്ലിയുടെ ഇലയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് കടുക് താളിച്ചിടാം കേട്ടോ. ഓക്കെ, ഇതാ ഞാൻ അടുപ്പത്ത് ഒരു ചെറിയ കുഞ്ഞ് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഇതാ നമുക്കിനി കടുക് താളിക്കാം കേട്ടോ. ഇത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് കടുകൊക്കെ താളിക്കാൻ വേണ്ടി നല്ലൊരു പാത്രമല്ലേ, വലിയ പാത്രം എടുക്കുന്നതിനെക്കാട്ടിലും. അപ്പോൾ പാകത്തിന് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ ഒരു രീതിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ചൂടാവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ ഞാൻ ഇതിലോട്ട് ഡയറക്റ്റായിട്ട് കടുകിടില്ല, കാരണം തീ അതിലോട്ട് ഇതാവില്ലേ, അപ്പം എനിക്ക് പേടിയാണ്. ഇവിടെ നല്ല എണ്ണ ചൂടായതിന് ശേഷം ഇറക്കി വെച്ചിട്ട് കടുകിട്ടാൽ നല്ലതല്ലേ. അപ്പം എന്തായിരുന്നല്ലേ ഇനി എണ്ണ ചൂടാവണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സാമ്പാർ ഇവിടെ നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇതും കൂടി ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും സാമ്പാർ നന്നായിട്ടില്ലേ. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കിവിടെ വേറെ പ്രത്യേകിച്ച് ആരുമില്ല, ഏട്ടൻ മാത്രമേ ഉള്ളൂ, എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇനി ഏട്ടനോട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഏട്ടൻ്റെ അഭിപ്രായം ചോദിക്കാം കേട്ടോ. ഓക്കെ, സൂപ്പർ. സീരിയസ്ലി ഉപ്പൊക്കെ പാകം ഇഷ്ടപ്പെട്ടോ? സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ അമ്മ വെച്ച സാമ്പാർ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈസിയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഈസി ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അറിയിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടിൽ ദെൻ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.